നേച്ചർ ഓഫ് ഡോറിയൻ ഗ്രേ ഓസ്കർ വൈൽഡിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ്. ഒരു മാഗസിനായിട്ട് ഇത് 1890 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 91 ഒരു ബുക്ക് വേർഷനായിട്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗോത്തിക് ഫിക്ഷൻ ആണ്, ഫിലോസഫിക്കൽ നോവലും കൂടിയാണ്. ലണ്ടൻ ഇൻ ദ ലേറ്റ് 19th century ആണ് സെറ്റിംഗ് ആയിട്ട് വരുന്നത്. സമ്മറി നോക്കാം. ചാപ്റ്റേഴ്സ് 1 to 2. ഇപ്പം ബേസിൽ എന്നൊരാള് ഡോറിയൻ എന്നൊരാളുടെ പോർട്രേറ്റ് പെയിന്റ് ചെയ്യാണ്. ഇൻട്രൊഡ്യൂസസ് ഹിം ടു ലോർഡ് ഹെൻറി. ലോർഡ് ഹെൻറി യൂത്തിനെ കുറിച്ചും പ്ലഷറിനെ കുറിച്ചും ഒക്കെ സ്പീച്ച് നടത്തുകയാണ്. ഡോറിയൻ വിഷസ് ടു സ്റ്റേ യങ് ഫോർ എവർ വൈ ദ പോർട്രേറ്റ് ഗ്രോസ് ഓൾഡ് ഇൻസ്റ്റെഡ്. അപ്പം സ്വന്തമായിട്ട് ഫിസിക്കലി യങ് ആയിട്ട് നിൽക്കുകയും സ്വന്തം പോർട്രേറ്റ് ഓൾഡ് ആയിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യണമെന്ന് ഡോറിയൻ വിഷ് ചെയ്യുകയാണ്. ചാപ്റ്റേഴ്സ് 3 to 4. ലോർഡ് ഹെൻറിയുടെ ഫിലോസഫി അഡോപ്റ്റ് ചെയ്യാണ് ഡോറിയൻ. ബിഗിൻസ് അഡോപ്റ്റിംഗ് ലോർഡ് ഹെൻറീസ് ഫിലോസഫി. ഇപ്പം സിബിൽ വെയിൻ എന്നൊരു ലേഡിയായിട്ട് ഹി ഫോൾസ് ഇൻ ലവ് ആൻഡ് ഷീസ് എ ടാലന്റഡ് യങ് ആക്ട്രസ്. ചാപ്റ്റേഴ്സ് 5 to 7 സിബിൽ ആക്ടിങ് എബിലിറ്റി ലോസ് ആവുകയാണ് ആഫ്റ്റർ ഫോളിങ് ഇൻ ലവ്. അപ്പം ലവിലായതിനു ശേഷം ഷീ ലൂസസ് ഹർ ആക്ടിങ് എബിലിറ്റി. ഡോറിയൻ അവരെ ക്രൂലി റിജക്ട് ചെയ്യാണ്. സോ വാട്ട് ഹി ലവ്ഡ് ഇസ് her acting ability, not her identity or personality. She commits suicide and Dorian seeks a faint change in the portrait's expression. ഒരു ക്രൂവൽ ലുക്ക്. അപ്പം ബേസിൽ വരച്ചതാണ് ഈ പോർട്രേറ്റ്. അപ്പം ഷീ കമ്മിറ്റ് സൂയിസൈഡ്, ആര് സിബിൽ. അതിനുശേഷം ഡോറിയൻ നോട്ടീസ് എ ഫെയിന്റ് ചേഞ്ച് ഇൻ ദ പോർട്രേറ്റ്സ് എക്സ്പ്രഷൻ, ഒരു ക്രൂവൽ ലുക്ക്. ചാപ്റ്റേഴ്സ് 8 to 10. ഈ പോർട്രേറ്റ് ഡോറിയൻ ഹൈഡ് ചെയ്യാണ് ആൻഡ് ബ്ലെയിംസ് ഹിംസെൽഫ് ഫോർ സിബിൽസ് ഡെത്ത് ബ്രീഫ്ലി. അപ്പം ലോർഡ് ഹെൻറി അയാളെ അത് മറക്കാനായിട്ട് എൻകറേജ് ചെയ്യാണ്. ഡോറിയൻ ബിഗിൻസ് ഹിസ് ഡിസെന്റ് ഇൻടു സെൽഫിഷ്നെസ് ആൻഡ് കറപ്ഷൻ. മോറൽ ഡിസിന്റഗ്രേഷൻ്റെ സ്റ്റോറിയാണ് ഈ പറയുന്നത്. ചാപ്റ്റേഴ്സ് 11 to 12. അപ്പം വർഷങ്ങൾ കടന്നു പോവാണ്. ഡോറിയൻ മെയിൻറ്റെയിൻസ് യൂത്ത്ഫുൾ ബ്യൂട്ടി വൈൽ ദ പോർട്രേറ്റ് ഗെറ്റ്സ് ഓൾഡ്. ഹിസ് പോർട്രേറ്റ് ബിക്കംസ് ഇൻക്രീസിംഗ്ലി ഗ്രോട്ടസ്ക്. അപ്പം ഡോറിയനെ ബേസിൽ കൺഫ്രണ്ട് ചെയ്യാണ് അബൌട്ട് റൂമേഴ്സ് ഓഫ് ഹിസ് ഇമ്മോറൽ ലൈഫ്. അപ്പോൾ ഇത്ര നാളൊരു ഇമ്മോറൽ ലൈഫാണ് ഡോറിയൻ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ബിക്കോസ് ഹി റിമെയിൻസ് യങ്. ചാപ്റ്റർ 30. ഡോറിയൻ ബേസിലിനെ കറക്റ്റ് പോർട്രേറ്റ് കാണിക്കുകയാണ്. ഇൻ റേജ് ഹി മർഡേഴ്സ് ബേസിൽ. ചാപ്റ്റർ 14 to 15. ഡോറിയൻ ഒരു കെമിസ്റ്റിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ് ടു ഡിസ്പോസ് ഓഫ് ദ ബോഡി. ആരുടെ? ബേസിലിൻ്റെ ബോഡി. ഹി അറ്റൻഡ്സ് എ പാർട്ടി ഷോർട്ട്ലി ആഫ്റ്റർവേർഡ് ആൻഡ് ഫാസ്റ്റ്. ചാപ്റ്റേഴ്സ് 16 to 17. ഒരു ഓപ്പിയം ഡെന്നിൽ ഹി ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ജെയിംസ് വെയിൻ. റിവെഞ്ച് സീക്ക് ചെയ്യുന്ന ആളാണ് ജെയിംസ് വെയിൻ. ഡോറിയൻ എസ്കേപ്സ് ബൈ ഡിസേവിങ് ഹിം അബൌട്ട് ഹിസ് ഏജ്. വളരെ പ്രായം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞ് ഡിസേവ് ചെയ്യാണ്. ചാപ്റ്റർ 18 to 19. ഒരു ഹണ്ടിങ് ആക്സിഡൻറ്റിൽ ജെയിംസ് മരിക്കുകയാണ്. ഡോറിയൻ ഫീൽസ് ഹോണ്ടഡ് ബട്ട് കണ്ടിന്യൂസ് ടു ഇൻഡൾജ് ഇൻ സിൻ. ഇതിനെല്ലാം ഒരു ബേസിസ് കൊടുക്കുന്നത് ലോർഡ് ഹെൻറിയാണ് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ പിന്നെ സിൻസ് കമ്മിറ്റ് ചെയ്യാണ് ഡോറിയൻ. ചാപ്റ്റർ 20 ഗുഡാണ്, തൻ്റെ മോശമായ രീതികളെല്ലാം മാറ്റിക്കൊണ്ട് ഗുഡ് പേഴ്സൺ ആവാണ്ട് ഡോറിയൻ ട്രൈ ചെയ്യുകയാണ്. ഹി ഹോപ്സ് ദ പോർട്രേറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് ബട്ട് ഇറ്റ് നൗ ഷോസ് ഹിപ്പോക്രസി. അപ്പം ആദ്യം ഒരു ക്രൂവൽ ആയിട്ടുള്ള ഒരു ചിരി കാണിച്ച ആ പോർട്രേറ്റ് ഇപ്പം കാണിക്കുന്നത് ക്രൂവൽ ഹിപ്പോക്രസിയാണ്. അപ്പോൾ ഡിസ്പെയറിൽ ഹി സ്റ്റാപ്സ് ദ പോർട്രേറ്റ്. അപ്പോൾ എൻഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറിയൻ്റെ ബോഡി സെർവൻസ് ഫൈൻഡ് ചെയ്യാണ് ഏജ്ഡ് ആൻഡ് വിതേർഡ് ആൻഡ് ദ പോർട്രേറ്റ് restored to its original beauty. അപ്പം പോർട്രേറ്റിനെ സ്റ്റാബ് ചെയ്യുന്നതെങ്കിലും ശരിക്കും മരിക്കുന്നത് ഡോറിയനാണ്. ഡോറിയൻ്റെ ബോഡി ഏജ്ഡ് ആൻഡ് വിതേർഡ് ആണ്, പക്ഷേ പോർട്രേറ്റ് ഒറിജിനൽ ബ്യൂട്ടിയിലേക്ക് റിസ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ മോറൽ കറപ്ഷൻ അല്ലെങ്കിൽ മോറൽ ഡിസിൻറ്റഗ്രേഷനെയാണ്, ഡോറിയൻ ഒരാളുടെ മോറൽ ഡിസിൻറ്റഗ്രേഷനാണ് ഈ സ്റ്റോറി ഓസ്കർ വൈൽഡ് പറയുന്നത്. മെയിൻ ക്യാരക്ടേഴ്സ് ആദ്യം നോക്കാം. ഡോറിയൻ ഗ്രേ ഒരു യങ് ഹാൻസം മാനാണ് ഹൂസ് പോർട്രേറ്റ് ഏജസ് വൈൽ ഹി റിമെയിൻസ് യൂത്ത്ഫുൾ ആൻഡ് മോറലി കറപ്റ്റ്. യൂത്ത്ഫുൾ ആയിട്ട് റിമെയിൻ ചെയ്യും, മോറലി കറക്റ്റ് ആയിക്കൊണ്ടും ഇരിക്കുവാണ് ഡോറിയൻ ഗ്രേ. വേറസ് ഹിസ് പോർട്രേറ്റ് ബിക്കംസ് ഓൾഡ്. ലോർഡ് ഹെൻറി വോട്ടൺ ഒരു വിറ്റി അരിസ്റ്റോക്രാറ്റാണ് ഹു ഇൻഫ്ലുവൻസസ് ഡോറിയൻ വിത്ത് ഹിസ് ഹെഡോണിസ്റ്റിക് ആൻഡ് മോറൽ ഫിലോസഫി. അപ്പോൾ ഈ സിൻസ് എല്ലാം കമ്മിറ്റ് ചെയ്യാനായിട്ട് ഡോറിയനെ ഇൻസ്പയർ ചെയ്യുന്നത് ലോർഡ് ഹെൻറിയാണ്. ബേസിൽ ഹോൾവേർഡ് ഒരു സിൻസിയർ ആർട്ടിസ്റ്റ് ആണ് ഹു പെയിൻസ് ഡോറിയൻസ് പോർട്രേറ്റ് ആൻഡ് വർഷിപ്സ് ഹിസ് ബ്യൂട്ടി. സിബിൽ വെയിൻ ഒരു യങ് ആക്ട്രസ് ആണ് ഹൂം ഡോറിയൻ ഫോൾസ് ഇൻ ലവ് വിത്ത് ഹർ ബട്ട് ലേറ്റർ ക്രൂവലി റിജക്ട്സ്. അപ്പോൾ അവരുടെ ആക്ടിങ് എബിലിറ്റി തീർന്നു കഴിഞ്ഞപ്പോഴേക്കും ഡോറിയൻ ക്രൂവലി റിജക്ട്സ് ഹർ. ജെയിംസ് വെയിൻ സിബിലിൻ്റെ ബ്രദർ ആണ് ഹു വോസ് റിവെഞ്ച് ഓൺ ഡോറിയൻ. കീ തീംസിലേക്ക് പോകാം. ബ്യൂട്ടി ആൻഡ് യൂത്ത്,
ഡോറിയൻ ഒരു ഒബ്സഷൻ ഉണ്ടായിരുന്നു, ഒബ്സഷൻ വിത്ത് യൂത്ത് വിച്ച് ലീഡ്സ് ടു ഹിസ് മോറൽ ഡീക്കേ. ഇൻഫ്ലുവൻസ് ആൻഡ് മാനിപ്പുലേഷൻ. അപ്പം ലോർഡ് ഹെൻറിയുടെ വേൾഡ് വ്യൂ ഡോറിയന്റെ ക്യാരക്ടറിനെ കറപ്റ്റ് ചെയ്യുകയാണ്. ആർട്ട് വേഴ്സസ് ലൈഫ്. ഈ ഒരു പോർട്രേറ്റ്, ഡോറിയന്റെ ഈ പോർട്രേറ്റ് ഡോറിയന്റെ സോളിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ആർട്ട് ആസ് എ മിറർ ടു മൊറാലിറ്റി. ഇപ്പൊ മൈൻഡിന്റെ ഒരു മിറർ ആയിട്ടാണ് ആർട്ടിനെ കണക്കാക്കുന്നത്. ഡോറിയന്റെ സോൾ കറക്റ്റ് ആകുമ്പോൾ ഒബ്വിയസ്ലി ആ പോർട്രേറ്റും അത് റിഫ്ലക്ട് ചെയ്യുന്നു. ഡ്യുവാലിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചർ. പബ്ലിക് പെർഫെക്ഷനും ഹിഡൻ കറപ്ഷനും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. കോൺസിക്വൻസസ് ഓഫ് ഹെഡോണിസം. ഒരു ലൈഫ് ഓഫ് ഇന്റലിജൻസ് ബ്രിങ്സ് റൂയിൻ നോട്ട് ജോയ്. അൾട്ടിമേറ്റ്ലി അത് റൂയിനിലേക്ക് നയിക്കുകയാണ്, ആളുടെ ഡിസ്ട്രക്ഷനിലേക്ക്, മോറൽ ഡീക്കയിലേക്ക് നയിക്കുകയാണ് ഹെഡോണിസം എന്നുള്ള കൺസെപ്റ്റ്.